ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. താഴെ തന്നിരിക്കുന്ന ജാലകം ഏത് സോഫ്റ്റ്വെയറിൻ്റെ ജാലകമാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻസ്: ക്രിറ്റ, കളർ പെയിൻറ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ജിയോജിബ്ര. ഉത്തരം ഓപ്ഷൻ 2 ആണ്, കളർ പെയിൻറ്. കളർ പെയിൻറ് സോഫ്റ്റ്വെയറിൽ താഴെ കാണുന്ന രീതിയിൽ ഒരു മലയുടെ ചിത്രം റിയ തയ്യാറാക്കിയിട്ടുണ്ട്. മലയുടെ ചിത്രത്തിന് പൂർണ്ണമായി കളർ നൽകണമെങ്കിൽ സോഫ്റ്റ്വെയറിലെ ഏത് ടൂൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം? ഇതാണ് മലയുടെ ചിത്രം. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്ലഡ് ഫിൽ എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ഫിദയ്ക്ക് ഓബ്ജക്റ്റുകളെ വ്യത്യസ്ത ലെയറുകളിലായി വരച്ചു ചേർത്തുകൊണ്ട് ഒരു ചിത്രം തയ്യാറാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ചിത്രരചനയ്ക്ക് താഴെ നൽകിയതിൽ ഏത് ഡ്രോയിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം? ക്രിറ്റ, കളർ പെയിൻറ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ജിയോജിബ്ര. ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിറ്റ. അടുത്ത ദിവസം പൂർത്തിയാക്കാമെന്ന ഉദ്ദേശത്തോടെ രാഹുൽ താൻ വരച്ച ചിത്രത്തെ ക്രിറ്റയുടെ ഒരു പ്രോജക്റ്റ് ഫയലായാണ് സേവ് ചെയ്തിരുന്നത്. എങ്കിൽ താഴെ നൽകിയതിൽ ഏതായിരിക്കും ആ ചിത്ര ഫയൽ? ഓപ്ഷൻസ്: garden.png, garden.kra, garden.jpg, garden.odt. ഉത്തരം ഓപ്ഷൻ ബി ആണ്, garden.kra. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ടല്ലോ. തെറ്റായ അക്ഷരം കർസറിന് ശേഷമാണ് ഉള്ളതെങ്കിൽ ഏത് കീ ഉപയോഗിച്ചാണ് ആ അക്ഷരം ഡിലീറ്റ് ചെയ്യുന്നത്? ബാക്ക് സ്പേസ് കീ, ഡിലീറ്റ് കീ, ഇൻസേർട്ട് കീ, എൻഡ് കീ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡിലീറ്റ് കീ. ആറാമത്തെ ചോദ്യം: മാഗസിൻ തയ്യാറാക്കുമ്പോൾ ചിത്രങ്ങൾക്ക് ചുറ്റുമായി അക്ഷരങ്ങൾ ക്രമീകരിക്കേണ്ടി വരാറുണ്ടല്ലോ. ഇങ്ങനെ ചിത്രങ്ങൾക്ക് ചുറ്റും അക്ഷരങ്ങൾ ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലിബർ ഓഫീസ് റൈറ്ററിലെ സങ്കേതത്തിൻ്റെ പേര് എന്താണ്? റാപ്പ് ടെക്സ്റ്റ്, ടെക്സ്റ്റ് അലൈൻ, ആങ്കർ, കംപ്രസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, റാപ്പ് ടെക്സ്റ്റ്. ഏഴാമത്തെ ചോദ്യം: ലിബർ ഓഫീസ് കാൽക്കിലെ ഒരു സെല്ലിൻ്റെ അഡ്രസ് B6 എന്നാണെങ്കിൽ ആ സെൽ ഏത് കോളത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോളം 6, കോളം 1, കോളം B, കോളം F. ഉത്തരം ഓപ്ഷൻ സി ആണ്, കോളം B. എട്ടാമത്തെ ചോദ്യം: കാൽക്ക് സോഫ്റ്റ്വെയറിൽ സെൽ A1 മുതൽ സെൽ A6 വരെ തുടർച്ചയായി രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകളുടെ തുക കണ്ടെത്തണമെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട സെല്ലിൽ നൽകേണ്ട ഫോർമുല എന്താണ്? ഉത്തരം സം A:A6, സം A1 A6, കൗണ്ട് A1 A6, കൗണ്ട് A1, A6. ഉത്തരം ഓപ്ഷൻ എ ആണ്, സം A1 A6. അടുത്ത ചോദ്യം: ലിബർ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഓപ്ഷൻസ്: F5, F1, PRTSC, F12. ഉത്തരം ഓപ്ഷൻ എ ആണ്, F5. അടുത്ത ചോദ്യം: ലിബർ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡിൽ ചിത്രം ഉൾപ്പെടുത്തുന്നത് താഴെ നൽകിയ ഏത് സ്റ്റെപ്പുകളിലൂടെയാണ്? ഓപ്ഷൻസ്: ഇൻസേർട്ട് ഇമേജ്, എഡിറ്റ് ഇമേജ്, ഇൻസേർട്ട് മീഡിയ ഗാലറി, ഫയൽ ഓപ്പൺ ഇമേജ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇൻസേർട്ട് ഇമേജ്. താഴെ നൽകിയത് ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ്: സ്റ്റെല്ലേറിയം, ജെഫ്രാക്ഷൻ ലാബ്, ലിബർ ഓഫീസ് റൈറ്റർ, മാർബിൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിബർ ഓഫീസ് റൈറ്റർ. 12. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CDAC പുറത്തിറക്കിയ ന്യൂ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ്: ബോസ്, ഡെബിയൻ, ഉബുണ്ടു, റെഡ് ഹാറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോസ്.
ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ്: ഡിസംബർ 2, നവംബർ 30, ഒക്ടോബർ 29, ഡിസംബർ 30. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 2. 14ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ്? ജിമ്മി വെയിൽ, ചാൾസ് ബബേജ്, ലിനസ് ടോർവാൾഡ്സ്, അലൻ ട്യൂറിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചാൾസ് ബബേജ്. അടുത്ത ലാസ്റ്റ് ചോദ്യം. ഗണിത പഠനത്തിന് ഏറെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറായ ജിയോജിബ്ര നിർമ്മിച്ച അധ്യാപകൻ ആരാണ്? ഓപ്ഷൻസ്: മർക്കസ് ഹോവൻ, ഡാൻ ബ്രിക്സിൻ, ഡൊമിനിക് മസോനി, മാർക്ക് എഡ്രീസൺ. ഉത്തരം ഓപ്ഷൻ എ ആണ്, മർക്കസ് ഹോവൻ. അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ്. വീട്ടിലുള്ള പലതരം ഉപകരണങ്ങളെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. നാളെ നടക്കാനിരിക്കുന്ന ടെസ്റ്റിന് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. എല്ലാ കൂട്ടുകാരും ടെസ്റ്റ് ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.